മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈജിപ്തിൽ ലുക്സറിലാണ്. ലുക്സറിൽ ഇന്നലെ താമസിച്ച ഒരു വില്ലയിലാണുള്ളത്. ആ വില്ലയിലെ കാഴ്ചകളാണ് ഇന്നലെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷുകാരൻ ഇന്നലെ രാത്രിയും അയാൾ ഓൾറെഡി ഒരു റൂമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അയാൾ അവിടെ തന്നെയാണ് ഫുൾ ടൈം. അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ടൂറിസ്റ്റ് അല്ല, അയാൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലുക്സറിലെ പകൽ കാഴ്ചകളാണ്. പിന്നെ രാവിലത്തെ പരിപാടി എന്ന് വെച്ചാൽ ഹോട്ട് എയർ ബലൂൺ ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ച് ഓൾറെഡി ഇന്നലെ വന്ന ടാക്സിക്കാരൻ എന്നോട് പറഞ്ഞു ഇത്ര പൈസയാണ് ഞാൻ ബുക്ക് ചെയ്തല്ല. അങ്ങനെ ഓൾറെഡി ഞാനും മറ്റേയാളും കൂടി എഗ്രി ചെയ്തു. അയാൾ പറഞ്ഞു ഓക്കെ 4:30 വണ്ടി വരും. എന്നോടൊക്കെ നോക്കിപ്പോയി സത്യം പറയാൻ. ജസ്റ്റ് ഒരു 6:30 ഞാൻ എണീച്ചത്. ഞാനാകെ ടെൻഷനായി, കാരണം ഓൾറെഡി $25 പറഞ്ഞ് ഉറപ്പിച്ചതാണ്. 8 മണിക്കുണ്ട് ഡ്രൈവർ മെസ്സേജ് അയക്കുന്നു, സോറി എന്നോട് ഉറങ്ങിപ്പോയത്. അതായത് ഡ്രൈവറോട് ഉറങ്ങിപ്പോയത്. ഞാൻ അവിടെ കുഴപ്പമൊന്നുമില്ല, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവിടെ ക്യാൻസൽ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോട്ട് എയർ ബലൂണിന് കയറാൻ പറ്റിയിട്ടില്ല കാലത്ത്. ഇന്ന് തിരിച്ച് നേരെ അസ്വാനിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. ഇന്ന് വൈകിട്ടേക്ക് ഇവിടുന്ന് ലുക്സറിന് അസ്വാനിലോ, പക്ഷേ അസ്വാനിലോട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പിന്നെ ഏതെല്ലാം ലുക്സറിൽ കാണുന്ന അതിൻ്റെ വേറൊരു ടൈപ്പാണ് അസ്വാനിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അസ്വാൻ ഞാൻ ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇത് ഇവിടുന്ന് നാളെ ഹോട്ട് എയർ ബലൂൺ കഴിഞ്ഞിട്ട് തിരിച്ച് നില കയറിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട മറ്റേ ഇന്ത്യൻ UK കാരനുണ്ടല്ലോ, അയാളെ കൂടെ പോകാമെന്ന് വിചാരിക്കുന്നത്. അയാൾ ഇന്ന് ക്യാൻസൽ ചെയ്തിട്ട് നാളെ രാവിലെ പോകാമെന്ന് പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മളെ പെട്ര സാൻഡ്വിച്ച് ഒക്കെ പോലത്തെ അത്തരത്തിലുള്ള ഖത്തറിലെ പെട്ടയല്ലേ അങ്ങനല്ലേ, ഫിലാഫൽ സാൻഡ്വിച്ച് പലതും ഉണ്ടല്ലോ, മിക്സ് ആണല്ലോ. അല്ല ഫിലാഫിൽ തന്നെയാണ്. പക്ഷെ ഇത്ര കാര്യം എന്തിനാണ്, 1-2 തന്നാൽ പോരെ. കഴിക്കട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം 10 മണിക്ക് നമ്മുടെ ഹിന്ദിക്കാരൻ വന്ന് പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ പുറത്തിറങ്ങണം. ഇപ്പോൾ 9:15. ലക്സർ എന്ന് പറയുന്നത് പക്ക നാട്ടിൻപുറമാണ്. നമ്മുടെ കൈറോ പോലെയോ അലക്സാണ്ടർ പോലെയോ ഒന്നുമല്ല, ഫുള്ള് നാട്ടിൻപുറമാണ്. അപ്പോൾ ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാക്സികൾ നമുക്ക് കിട്ടും. അതായത് മണിക്കൂറുകൾക്ക് അനുസരിച്ച് 4 മണിക്കൂർ 3 മണിക്കൂർ അങ്ങനെയുള്ള. അപ്പോൾ നമ്മൾ പകൽ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് 4 മണിക്കൂറത്തേക്ക് ഒരു വണ്ടി വിളിച്ചിട്ട് ഇവിടെയുള്ള ഈ ഒരു ഏരിയയിലുള്ള കവർ ചെയ്യാൻ പോകണം. അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കൂറ്റൻ പ്രതിമകളുടെ സ്ഥലത്ത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു പ്രതിമ എന്ന് പറയുന്നത് ദ കൊലോസി ഓഫ് മെംനോ എന്നാണ് ഈ ഒരു പ്രതിമയുടെ പേര് പറയുന്നത്. ഇതെന്ന് പറയുന്നത് മുമ്പ് കാലത്തുണ്ടായിരുന്ന അമ്പലത്തിൻ്റെ മുൻവശത്ത് നിൽക്കുന്ന ഫറോവ അമെൻഹോപ്ടോപ്പ് 3ന്റെ 2 കൂറ്റൻ പ്രതിമകളാണുള്ളത്. ഏകദേശം ഇതിൻ്റെ 1350 BC മുതൽ നിലകൊള്ളുന്ന ഈ ഒരു പ്രതിമകളാണ് ഈ കാണുന്നത്. അടുത്തതായി നമ്മൾ വന്നിരിക്കുന്നത് ദ വാലി ഓഫ് കിങ്, അതായത് രാജാക്കന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയൊരു പാറകളൊക്കെ തുരന്നിട്ട് അവിടെയൊക്കെ ആയിട്ടാണ് ഈ ഇവരുടെ ശവകുടീരങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള വലിയൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു വാലി ഓഫ് കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് കുറച്ച് ഇന്ത്യൻസിനൊക്കെ കണ്ടിട്ടുണ്ട്. അത് അവർ അസ്വാനിന് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഞാനാണെങ്കിൽ ഇവിടുന്ന് നേരെ അസ്വാനിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. അപ്പോൾ വന്ന സമയത്ത് അവരെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു എങ്ങനെയാണ് അസ്വാൻ. അപ്പോൾ അസ്വാനെ പറ്റി ഡീറ്റെയിൽസ് അവർ പറയുന്നതാണ്. How is Aswan? Is it good? Aswan is good, but now it's very hot. It's hot. It's good that Abu Simbel is still. അതെല്ലാവരും പറയുന്നത് അസ്വാൻ എന്ന് പറയുന്നത് സ്ഥലം കാണേണ്ട സ്ഥലം തന്നെയാണ്. അബു സിംബൽ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട്. യുനെസ്കോ അവിടെ വെള്ളം കയറുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു ടെമ്പിൾ അവിടെ നിന്ന് പറിച്ചെടുത്തിട്ട് മാറ്റി വേറെ സ്ഥലത്തേക്ക് സ്ഥാപിച്ചൊരു ടെമ്പിളാണ്. ആ ഒരു ടെമ്പിൾ തന്നെയാണ് കാണാനുള്ള ഏറ്റവും വലിയൊരു സ്പോട്ട് എന്ന് പറയുന്നത് അസ്വാനിൽ. പക്ഷേ ഏതായാലും അസ്വാൻ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. ലക്സറിനോ തിരിച്ച് കയറോട്ട് പോകുമ്പോൾ എനിക്ക് സമയമില്ല. അപ്പം നാളെയും കൂടിയാണ് ലക്സറിലുള്ളത്. അതിനുശേഷം തിരിച്ച് നമ്മൾ പോകും. ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ഈ വാലി ഓഫ് കിങ്സ് എന്ന് പറയുന്നത് 18ാം രാജവംശം മുതൽ 20ാം രാജവംശം വരെ ഏകദേശം 500 വർഷക്കാലം പുരാതന ഈജിപ്തിലെ രാജ്യത്തിന് കീഴിലുള്ള ഫറവോമാർക്കും ശക്തമായ പ്രഭുക്കന്മാർക്കും വേണ്ടി പാറകൾ തുറച്ച് ശവകുടീരങ്ങൾ നിർമ്മിച്ച സ്ഥലമാണിത്. ഈ മുന്നിൽ കാണുന്ന പ്രതിമകളുടെ ചില ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്, ചിലത് പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്, ചിലത് അതേപോലെ തന്നെ ഒന്നും പൊട്ടാതെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് കാണാം. ഈ കാണുന്ന 2 പേരും ഇവിടുത്തെ സ്റ്റാഫുകളാണ്. ഇവിടുത്തെ സ്റ്റാഫുകൾ എന്നൊക്കെ പറയുന്നത് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സായ ജലബി ഇട്ടിട്ടാണ്. അവർ നമ്മുടെ കൂടെ അരിയത്ത് നിന്ന് നമ്മുടെ കൂടെ ഫോട്ടോസ് എടുക്കാൻ പറയും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള ഉള്ളിലുള്ള കാഴ്ചയൊക്കെ ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് നമ്മളെ പ്രലോഭിപ്പിക്കും. അതായത് അവർക്ക് ടിപ്പ് കിട്ടാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ടിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത്തരത്തിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും.
വാലി ഓഫ് കിങ്സിൽ ഇത്രയും കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പോവാണ്. കാരണം നല്ല ചൂടാണ്. ഈജിപ്തിലെ കൈറോയും അലക്സാണ്ടറിയും പോലെയല്ല ലക്സർ എന്ന് പറയുന്നത്. ലക്സറിനെക്കാട്ടിയും ചൂടായിരിക്കും അസ്വാൻ എന്ന് പറഞ്ഞത്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ അസ്വാൻ പോകാനുള്ളത്. അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് തിരിച്ച് പോവാം. നമ്മുടെ വണ്ടിക്കാരൻ ടാക്സിക്കാരൻ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോയാലോ. നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലുള്ള സ്ഥലത്തേക്ക് വരാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചെറിയ മിനി കാറുകളുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, ഇനി വണ്ടിക്ക് അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവെക്കാനും തിരിച്ച് കൊണ്ടുപോകാനുള്ള വണ്ടിയാണിത്. അപ്പോൾ തിരിച്ചു പോകുന്ന വണ്ടിക്കാണ് നല്ല അറബിക് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡ്രൈവർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഇവിടുത്തെ ഒരു കല്ലുണ്ട്, അലബസ്റ്റർ എന്നാണ് ആ കല്ലിന് പറയുന്നത്. ആ കല്ല് കൊണ്ട് നിർമ്മിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. കല്ല് കൊണ്ട് നിർമ്മിക്കുന്ന പാത്രങ്ങളൊക്കെ കാണിച്ചു. ഈ ഒരു ഭാഗങ്ങളിൽ കുഴിച്ചെടുക്കുന്ന കല്ലാണ് ഈ അലബസ്റ്റർ എന്ന് പറഞ്ഞാൽ. ആ അലബസ്റ്റർ എന്ന് പറഞ്ഞാൽ കല്ല് കൊണ്ട് നിർമ്മിക്കുന്ന പാത്രങ്ങളോ അല്ലെങ്കിൽ കരകൗശല വസ്തുക്കളൊക്കെയാണ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. My name is Mohammed. I go in close now give you some explanation about my family work from the stone. The alabaster. This is the white one. This is the brown. This is the third one, the green one. We bring it this stone by big block, as you see, like sides. Yeah. Sides. Also we bring it basalt, and we bring it rose granite from Aswan, not from here. Okay. First, after we bring it the stone by block, we start cut by this hammer. After he cut it, for example, if we go to make a vase, we do the shape like that one. You can hold it how kilo? Heavy, yeah. Heavy, yes. Second step, we wrap it by the cotton. We cover it all the vase from outside. Why? Because when we make hollowing here inside it, never a break. Because when we hollowing like that, by the hand-made way. We use 5 pens. We start by small size. Then, when we be in the deep of the vase, we change to the bigger one. After finish, we get out the cotton away and then start polish. Why polish? Because the stone is not so smooth. Yeah. Get it? After finish polishing, we put the vase inside the oven, about 300 degrees fire, handmade oven, not electric. And then we cover it by wax. Polishing by the wax in the final. Why wax? Wax makes the stone more smooth. You can feel it now. Yeah. So it's lightweight. Okay. This one here is the same material. See the difference? It's heavy. Heavy. Why? Stone different. No, same stone. Okay. Different stones, same stone. So why the difference? Because this one is a machine made. Okay. This We is cannot control about the weight. Because on the machine you got just only the order to hold it. But here in the handmade you can control about it. Make more thicker. This is big thicker. This is less. Look in the sun, this material. shades are coming. Translucent. ഇതൊക്കെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും നടക്കുന്ന കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടി ഡ്രൈവർ നമ്മളെ ഇറക്കും. നമ്മളിപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ വാങ്ങിക്കും. ആ വാങ്ങിക്കുന്നതിനൊരു തുക ഒരു കമ്മീഷനായിട്ട് ആ ഡ്രൈവർക്ക് പോകും. അത്തരത്തിലുള്ള കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. നമ്മളോട് ചോദിച്ചിട്ടിരുന്നു ഇങ്ങനെ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് സമയമുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്നു. അയാൾ ഈ ഷോപ്പിൻ്റെ ഓണർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ആ ഒരു കല്ലിനെ പറ്റിയിട്ടും ആ കല്ലിൻ്റെ നിർമ്മാണത്തെ പറ്റിയിട്ടും. അദ്ദേഹത്തിൻ്റെ ഷോപ്പിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ്. അത്തരത്തിലുള്ള കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച പല കൗശല വസ്തുക്കളൊക്കെയാണ് നിങ്ങൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ടൂറിസ്റ്റ് പ്ലേസിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ഈ റോഡൊക്കെ കാണുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ വരുന്ന സൗദി റോഡുകൾ പോലെയുണ്ട്. നമ്മൾ സൗദിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോയ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള റോഡുകളാണ്. മക്ക മദീനത്തെ ഭാഗത്തൊക്കെ പോകുന്ന സമയത്ത് ഇഷ്ടംപോലെ ഇത്തരത്തിലുള്ള പാറ കഷ്ണങ്ങളോട് കൂടിയിട്ടുള്ള മരുഭൂമി കൊണ്ടുള്ള പാറ കഷ്ണങ്ങളുള്ള റോഡുകളായിരിക്കും. അത്തരത്തിലുള്ള റോഡുകളോട് ഇങ്ങനെ ഈജിപ്തിലെ ഈ കാഴ്ചകൾ തേടി അടുത്ത ഡെസ്റ്റിനേഷൻ തേടി നമ്മളിങ്ങനെ പോവുകയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വാലി ഓഫ് കിങ് രാജാക്കന്മാർ അവരുടെ ഡെഡ് ബോഡീസ് അല്ലെങ്കിൽ ടോമുകൾ വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. 500 ഗിനിയാണ് ടിക്കറ്റിന് ചാർജ് ഈടാക്കുന്നത്. ആ 500 ഗിനിക്ക് നമുക്ക് 3 ടോമുകൾ കാണാൻ പറ്റും. ഒരുപാട് ഒരു 10-15ഓളം ടോമുകളുണ്ട്. അതിലെല്ലാത്തിലും കയറാൻ പറ്റില്ല. അപ്പോൾ അതിൽ സെപ്പറേറ്റ് ആയിട്ട് കയറണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. അതുകൂടാതെ ഇവർ കുറച്ച് ടോമുകൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതിന് എക്സ്ട്രാ പൈസയാണ്. ഈ 500 സാധാ ടിക്കറ്റിനും ഇൻക്ലൂഡ് അല്ലാത്ത കുറച്ച് ടോമുകളുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു 500 ഗിനിയുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 3 ടോമുകളാണ് കാണുന്നത്. ഇതാണ് ഈ ഒരു താഴ്വരയുടെ മിനിയേച്ചർ കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ്സിൽ ചില്ലിക്കുള്ളിൽ ലൈറ്റ് വെച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ടിക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ സ്കാൻ ചെയ്തിട്ട് അകത്തേക്ക് കിടക്കാം. അകത്ത് കടന്ന ശേഷം ഏതൊക്കെയാണ് ടോമുകൾ നമ്മൾ സന്ദർശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.
വിശാലമായ സ്ഥലമാണ്. നമുക്ക് പോകേണ്ട സ്ഥലങ്ങളുടെ അതായത് ടോമുകളുടെ പേരും നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ മാപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടി. 2 and 14, king Yeah. and queen. Yeah, king and queen. These two. All right, 2, 11 and 14. we'll follow his advice. ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള 3 ടോമുകൾ കാണാൻ വേണ്ടി ഞങ്ങൾ പോകുന്നത്. അവിടുത്തെ സ്റ്റാഫുകളോടൊക്കെ ചോദിച്ചു ഏതാണ് ബെസ്റ്റ് 3 ഓപ്ഷൻ എന്നുള്ളത്. അങ്ങനെ അവർ പറഞ്ഞ അനുസരിച്ച് അത്തരത്തിലുള്ള ടോമുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഞാനെൻ്റെ സംശയം എൻ്റെ കൂടെ വന്ന ആളോട് ചോദിക്കുകയാണ്, ഈ 4000 വർഷം മുമ്പ് പഴക്കമുള്ള മമ്മീസിൻ്റെയൊക്കെ ബോഡീസിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു സ്ഥലത്തൊക്കെ കല്ലുകൾക്കൊക്കെ കൊടുത്തിരിക്കുന്ന കളേഴ്സ് ആ സമയത്തെ ഉണ്ടോ എന്നതാണ്. तो अल्फ़ाबेट के ऊपर रंगीन लगाते हैं ना, तो उसका रंगीन कैसा होता है? आप जरा वीडियो बनाइए, मैं समझाता हूँ. Namaste, salam, sat sri akal, hello, friends, welcome. We are in the tomb of Ramses II of Luxor, Egypt, one of the most amazing creations of ancient humanity in the sense how they respected life as well as what happened afterwards. You see behind ഈ ഒരു മമ്മീസിൻ്റെ ഈ കല്ലറയുടെ വലിപ്പം കണ്ടില്ലേ, എന്തൊരു വലിപ്പം എന്നറിയാം. എന്നെക്കാളും വലിപ്പമുള്ള ഒരു കല്ലറ തന്നെയാണ്. ഒരു പീസ് കല്ലാണത്. ആ കല്ലിൻ്റെ അകത്താണ് ഈ ഒരു മമ്മീസിൻ്റെ അടക്കി വെച്ചിരിക്കുന്നത്. ഏതാണ് മമ്മീസിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എനിവേ നമുക്ക് കാണേണ്ടത് ഇത്തരത്തിലുള്ള ഈ അത്ഭുതങ്ങളാണ്. ഇത്രയും വലിയ കല്ലുകൾ ഇങ്ങനെയാണ് ചെത്തി മിനുക്കി ഇത്തരത്തിലാക്കിയെടുക്കുന്നത് 4000 വർഷങ്ങൾക്ക് മുമ്പ് എന്നുള്ളത്. പിന്നെ ഇതേപോലെ തന്നെ ചിത്രപ്പണികൾ, കളറിങ്, ഇതൊക്കെയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ആ ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ഒരു കല്ലിൻ്റെ വലിപ്പം നോക്കിയിട്ടാ, ഞാനും ആ കല്ലും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? എന്നെക്കാളും വലിയ കല്ല്, അപാരം തന്നെ. ഞങ്ങൾ പോയ സമയത്ത് ഉച്ചയായതുകൊണ്ട് നല്ല വെയിലാണ്. മുടിഞ്ഞ വെയിലെന്ന് വെച്ചാൽ മുടിഞ്ഞ വെയിൽ, ഒരു രക്ഷയില്ല. ഇങ്ങനെ ഇത്തരത്തിൽ നടന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. ഇത്തരത്തിൽ ഓരോരോ ഗുഹ പോലെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പാറക്കഷ്ണങ്ങൾക്കിടയിൽ നടന്നു പോകുന്ന ആ ഒരു ഗുഹൻ്റെ എൻട്രൻസിലെത്തിയാൽ കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ഷെയ്ഡ് ഉണ്ടെന്നില്ലാതെ ഈ പോകുന്ന വഴിക്കൊന്നും ഷെയ്ഡും കാര്യങ്ങളൊന്നുമില്ല. നടക്കാനുള്ള ഒരു പാതയോ കാര്യങ്ങളൊന്നുമില്ല. ഇത്തരത്തിലുള്ള മണ്ണിലൂടെ നടന്ന് അങ്ങ് പോയിട്ട് അവിടെ തിരിച്ച് കാണണം. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ. അവിടെ ഈ ഒരു ഗുഹയിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയാൽ മാത്രമേ കുറച്ചൊരു ആശ്വാസം വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു രക്ഷയില്ല. വെയിൽ കൊണ്ട് മുടിഞ്ഞു പോകും മനുഷ്യന്. ഇത്തരത്തിൽ കുറച്ച് ചെറിയ ഭാഗത്തൊരു ഷോപ്പ്, കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മുടിഞ്ഞ റേറ്റുമാണ് അവിടെ. So it's KV11. Yeah. oh, wonderful. راكب 11 صح؟ اوكي ايه عامل انت كويس؟ الحمد لله. കണ്ടില്ല, ഓരോ മമ്മീസിൻ്റെ ശവക്കല്ലറയ്ക്ക് അടുത്തേക്ക് പോകുന്ന സമയത്തും വ്യത്യസ്തമായ ചിത്രപ്പണികളൊക്കെയാണ് ഉള്ളത്. ഇവിടുത്തെ ഫ്ലോറിങ് നോക്കിയാൽ നിങ്ങൾക്ക് വുഡൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ഗ്രിപ്പോട് കൂടിയിട്ടാണ് ഉള്ളത്. അത്തരത്തിൽ ഓരോന്നിനും ഓരോ ഡിസൈനുകളാണ്. അതുകൊണ്ടാണ് ഓരോന്നിനും ഓരോ എക്സ്ട്രാ പൈസ ചാർജ് ആക്കുന്നത്. നമ്മൾ ടിക്കറ്റ് കൂടാതെ 3 എണ്ണം കൂടാതെ പിന്നെയും കാണണമെന്നുണ്ടെങ്കിൽ വേറെ പൈസ കൊടുക്കണം. അതല്ലാതെ ടിക്കറ്റ് ഇൻക്ലൂഡ് ചെയ്യാത്ത വേറെ മമ്മീസിനുണ്ട്, അതിന് വേറെ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ടിക്കറ്റ് ഇൻക്ലൂഡ് ചെയ്ത 3 ഭാഗങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അതിൽ രണ്ടാമത്തെ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ 2 എണ്ണം കണ്ടു. അതിന് 2 എണ്ണം കൂടി ഉണ്ട്, മൂന്നാമത്തത്. അത് തിരിച്ച് മൂന്നാമത്തേലേക്ക് നമുക്ക് പോകാം. ഇവിടുന്ന് Little one.
KV14 we have reached. We'll have one more hole, the punch. It's the final. تفضل يا باشا. حبيب. Last one. يا اثنين خلاص. Best one here. ما شاء الله شوف. ഈ കാണുന്ന ഡ്രോയിങ് ഒക്കെ ഇവർ ചെയ്തതാണോ, ഈ ഡ്രോയിങ്ങിൻ്റെ മുകളിൽ കളർ കൊടുത്തത് ഇവരാണോ എന്ന് അറിയില്ല. കാരണം ഈ ഒരു ഭാഗത്തൊന്നും കളറില്ല. ഒരുപാട് ഭാഗത്ത് നമ്മൾ കളർഫുള്ളായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ ഡ്രോയിങ് ഉണ്ട്, പക്ഷേ ഒന്നിനും കളർ കൊടുത്തിട്ടില്ല, പെയിൻറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് പണ്ടേ ഉള്ളതാണോ അതോ ഇതിന് ശേഷം ചെയ്തതാണോ എന്നറിയില്ല. കാരണം അന്നത്തെ കാലത്ത് 4000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ കളർ എന്താണെന്നുള്ള ഒരു സമ്പ്രദായം ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. എവിടെയും നിങ്ങൾക്കൊരു വലിയൊരു ടോം കാണാൻ പറ്റും. ആ ഒരു ടോമിൻ്റെ അതായത് ഓപ്പൺ ചെയ്ത് ഭാഗം ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ചിത്രപ്പണിയുണ്ട്, ഒരു മനുഷ്യൻ്റെ രൂപം അതിൻ്റെ മുകളിലും കൊടുത്തിട്ടുണ്ട്. വലിയൊരു കല്ലിൻ്റെ പീസ് തന്നെയാണ് ഇവിടെയും ഇവിടുത്തെ ഇത്തരത്തിലുള്ള ഈ നോക്കുന്ന സ്റ്റാഫുകളുണ്ട്. നമ്മളോട് ഭയങ്കര അതെടുക്കുക, അവിടെ ചെന്ന് ഫോട്ടോ എടുക്കുക, അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിനുള്ളിലോട്ട് ക്യാമറ ഇറക്കി ഫോട്ടോ എടുക്കുന്നൊക്കെ പറയും. പക്ഷേ അതിന് അവർക്ക് എൻഡ് ഓഫ് ദ ഡേ ഒരു ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻസ് നോക്കുകയാണ്. നമുക്ക് അതിനത് ആവശ്യമില്ല. നമ്മൾ അവരോട് സംസാരിക്കാനൊന്നും പോകുന്നില്ല. ജസ്റ്റ് കാര്യങ്ങൾ കാണുക, ഫോട്ടോസ് എടുക്കുക, അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുക, നമ്മുടെ കാര്യത്തിൽ പോവുക. ഈ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലോട്ട് ഫോട്ടോസ് എടുക്കാനൊക്കെ അവിടുത്തെ സ്റ്റാഫ് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്നോട് മാത്രമല്ല, ഏത് ടൂറിസ്റ്റുകാർ വന്നാലും ഇത്തരത്തിൽ പറയാറുണ്ട്. هندي بقول لك نعم. عرفت عربي. عامل ايه؟ الحمد لله. بص انا هنور لك هنا عشان انت تصور هنا. لا ما عندي والله لازم عندي. انا معلش مش عارف انك فلوس. معلش اتفضل لو سمحت. تعال شوف هنا. معلش